السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, നിങ്ങൾ ഞാൻ അയച്ചത് സർവ്വ ലോകർക്കും കാരുണ്യമായിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ തിരുവചനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചത്. ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകയാണ്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകർ, ഉറുമ്പിന്റെ മാണം കത്തിച്ച സ്വഹാബിയോട് ദേഷ്യപ്പെടുകയും നീ അത് ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ നബി, കുഞ്ഞിക്കിളിയുമായി തന്റെ അരികിൽ വന്ന സ്വഹാബത്തിനോട്, അല്ലയോ സ്വഹാബ, നിങ്ങളൊന്ന് മേൽപോട്ട് നോക്കൂ, നിന്റെ കയ്യിലുള്ള കുഞ്ഞിക്കിളിയുടെ അമ്മക്കിളി നിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നത് നീ കണ്ടില്ലേ? നീ അതിനെ കളഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുപ്രവാചകർ. കട്ടതി എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ നീതിമാൻ. സ്വന്തം മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുത് എന്ന് പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ. മരണം മുന്നിൽ കണ്ടപ്പോഴും എന്റെ സമുദായം എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ്. ഭർത്താവിനെ ശപിക്കരുതേ, ഭാര്യയെ നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ കുടുംബനാഥൻ. പിതാവിന്റെ വിയർപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണത്തിൽ നിന്ന്, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച, വർണ്ണവിവേചനം അരുതേ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അനാഥ കുഞ്ഞിന്റെ അടുത്തു നിന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുവാനും വാഴ്ത്തുവാനും ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏത് നിഖില മേഖലയെടുത്ത് പരിശോധിച്ചു നോക്കിയാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ആ പുണ്യപ്രവാചകനെ സ്നേഹിക്കുവാനും പ്രവാചകരിലേക്ക് ആത്മാർത്ഥമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കുക. സ്വലാത്തിലൂടെ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയും. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.